കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയരെ, ദൈവത്തിന് എൻ്റെ നിങ്ങളുടെ മേൽ ഒരു ദൈവിക പദ്ധതി ഉണ്ടെങ്കിൽ ഒരു കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടാകും. മോശയുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ 40 വർഷം കാത്തിരിക്കേണ്ടി വന്നു. എല്ലാം നഷ്ടപ്പെട്ടവനായി, ആരും അവൻ്റെ കൂടെയില്ല. ഏകാന്തതയുടെ മരുഭൂമി യാത്രയിൽ 40 വർഷത്തെ കാത്തിരിപ്പ് അവൻ്റെ ജീവിതത്തിൽ വന്നു. യോസേഫിനെ നോക്കി സ്വന്തം സഹോദരന്മാർ അവനെ തള്ളിക്കളഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ടു, അടിമയായിട്ട് പോകുന്നു, പൊട്ടക്കുഴിക്കകത്ത് വീഴുന്നു, ചെയ്യാത്ത തെറ്റിന് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നു. അവൻ്റെ ജീവിതത്തിനകത്തും ഒരു കാത്തിരിപ്പിൻ്റെ അനുഭവം ഉണ്ടായിരുന്നു. ദാവീദിനെ എടുത്തു കഴിഞ്ഞാൽ രാജകീയ അഭിഷേകം വീണ ഒരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോഴും അവൻ ഓടിക്കൊണ്ടേയിരിക്കുക. കാരണം എന്താ? അനേക വർഷങ്ങൾ അവൻ ഓടിക്കൊണ്ടേയിരുന്നു. അതിനുശേഷമാണ് അവൻ്റെ ജീവിതത്തിൽ ആ ദൈവിക പദ്ധതി നിറവേറിയത്. ഞാൻ പറയട്ടെ, എൻ്റെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ പദ്ധതി ഉണ്ടെങ്കിൽ, കർത്താവിൻ്റെ നിയോഗമുണ്ടെങ്കിൽ ഒരു കാത്തിരിപ്പിൻ്റെ അനുഭവം ഉണ്ടാകും. ആ കാത്തിരിപ്പിൻ്റെ അനുഭവങ്ങളിൽ ചിലപ്പോൾ ഒറ്റപ്പെടലുകൾ ഉണ്ടാകാം, വേദനകൾ ഉണ്ടാകാം, കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകാം, ആരും തന്നെ കൂടെ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകാം. പക്ഷേ ആ സമയത്ത് നിങ്ങൾ ഒറ്റ കാര്യം ഓർത്തുകൊള്ളുക, കർത്താവിന് നിങ്ങളുടെ മേൽ ഒരു പദ്ധതിയുണ്ട്. ആ കാത്തിരിപ്പിന് ശേഷം ആ പദ്ധതി നിങ്ങളുടെ മേൽ നിറവേറുമ്പോൾ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, ഉയർത്തും, മാനിക്കും. നിങ്ങളെ എത്തിക്കേണ്ട സ്ഥാനത്ത് കർത്താവ് എത്തിക്കും. അത് നിശ്ചയമായിട്ട് സംഭവിക്കും. അതുകൊണ്ട് ധൈര്യമായിരിക്കുക. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.